ഇതാണ് മക്കളെ ഫ്ലിപ്പ് 6 JBLൻ്റെ കിടുക്കാച്ചി സാധനം, അങ്ങനെ തന്നെ പറയാം. കാരണം നമ്മൾ കൊടുക്കണ പൈസക്കുള്ള മുതൽ ഇതിലുണ്ട്. അപ്പം നമ്മളൊരു 8000 രൂപ കൊടുത്തൊരു സാധനം വാങ്ങുമ്പോൾ നമുക്കുള്ളൊരു മുതൽ നമുക്ക് ഉണ്ടാകണ്ടേ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു 8000 രൂപ സാധനം, ഈ പുട്ടുംകുറ്റി പോലത്തെ സാധനത്തിന് 8000 9000 കൊടുത്ത് എന്തിനാ മോനെ വാങ്ങണേന്ന് എന്നോട് ഞാൻ പലവട്ടം തന്നെ ചോദിച്ചു. പക്ഷേ അങ്ങനെയല്ല, ഇത് മേടിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായേ കൊടുക്കണ പൈസക്കുള്ള മുതൽ ഇത് ഉണ്ടെന്നുള്ളത്. കാരണം JBLൻ്റെ പല മോഡലുകളുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ നമുക്ക് കരം മറന്ന് കളിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ JBLൻ്റെ ബൂം ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ JBLൻ്റെ കുറച്ചും കൂടി പൈസ ചിലവാക്കി അങ്ങനെ പല പഴയ മോഡലാണ്. എന്നാലും JBLൻ്റെ എക്സ്ട്രീം 4 ഒക്കെ ഉണ്ട്. അപ്പം നമുക്കത് അത്ര ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങാൻ പറ്റുന്നില്ല. നല്ല നല്ല ഐറ്റമാണ്, കുറച്ചും കൂടി ഹൈഫൈ ആയി പോകുന്നവർക്ക് അങ്ങനെ പോകാം, കുഴപ്പമില്ല. പക്ഷെ നമുക്കൊരു 9000 ഒരു 10000 കൊടുത്ത് കളിക്കാൻ പറ്റുന്ന സ്പീക്കർ, പോർട്ടബിൾ സ്പീക്കർ, നമ്മൾ ഒന്നിപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് പിള്ളേരൊക്കെ നമ്മളൊന്ന് പാടത്തൊക്കെ പോയിരിക്കുക വെച്ചാൽ നമുക്ക് ഈ സ്പീക്കറും കൊണ്ട് പോയിരുന്നാൽ നല്ല രസമാണ്. ആ ഒരു വൈബ് അടിക്കാൻ പറ്റും. കാര്യമില്ല, കാരണം ഞാനൊരു 6 മാസമായി ഇത് ഉപയോഗിക്കണം. ഈ സ്പീക്കർ നല്ലൊരു സൗണ്ട് ക്ലാരിറ്റി മുട്ടണ്ട. നമ്മൾ എത്ര സൗണ്ട് കൂട്ടി വെച്ചാലും നമുക്ക് ആ ക്ലാരിറ്റിയിൽ JBL ഫ്ലിപ്പ് 6 അവർ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഫ്ലിപ്പ് 5 എനിക്ക് വലിയ അഭിപ്രായമില്ല. പിന്നെ JBLൻ്റെ ക്ലിപ്പ് 4 ഉണ്ട്, ക്ലിപ്പ് 4 ഇക്ക ഉണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് JBLൻ്റെ സ്പീക്കറാണ്. എന്നിരുന്നാലും നമുക്കൊരു ബാസും കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഉണ്ടാവില്ല. കാരണം പൈസ 4000 ഉണ്ട്. 4000 കൊടുത്ത് നമ്മൾ സ്പീക്കർ വാങ്ങുമ്പോൾ അത്യാവശ്യം നമുക്കൊരു സ്പീക്കറിൻ്റെ ബാസൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അത് ചെറിയൊരു സ്പീക്കറാണ്, അതിന് ഒരു പരിമിതികളൊക്കെ ഉണ്ട്. ക്ലിപ്പ് 4 ആയാലും ക്ലിപ്പ് 4 ഇക്ക ആയാലും അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ റേഞ്ചിലൊരു ഫ്ലിപ്പ് 5 ഉണ്ട് JBLൻ്റെ തന്നെ. അതും അത്ര റിസൾട്ട് എന്നെ സംബന്ധിച്ച് കുറവാണ് അങ്ങനെ. പക്ഷേ ഞാൻ പറയച്ച ഒന്നും നോക്കണ്ട, ഫ്ലിപ്പ് 6 ധൈര്യമായിട്ട് എടുക്കാം. വാല്യൂ ഫോർ മണി, കൊടുക്കണ പൈസക്കുള്ള മുതലുണ്ട്. ഉപയോഗിക്കാനും വളരെ സിമ്പിളാണ്. പെയറിങ് ആണെങ്കിലും സൂപ്പറാണ്. ചാർജ് നിൽക്കുന്നുണ്ട്, 1 വീക്കൊക്കെ ചാർജ് നിൽക്കും സിമ്പിളായിട്ട്. അത്യാവശ്യം ഉപയോഗിക്കണം. ഒരു ദിവസം നമ്മൾ 2-3 മണിക്കൂറൊക്കെ ഉപയോഗിച്ച് വെച്ചാൽ നമുക്കൊരു 1 വീക്കൊക്കെ നിൽക്കും. പിന്നെ ബാറ്ററിയാണ്, ചാർജ് നിൽക്കും. കാലങ്ങൾ കൂടുന്തോറും അങ്ങനെ അവരെ ഇത് എന്താ പറയുക, പ്രായമാകും തോറും പഴുത്തലകൾ വീഴും. അപ്പോൾ പച്ചലകൾ ചിരിച്ചിരുന്നിട്ട് കാര്യമില്ല. അതാണ് ബാറ്ററിയുടെ അവസ്ഥ. കാലങ്ങൾ മുന്നോട്ട് പോകുന്തോറും ബാറ്ററിയുടെ ഇതൊക്കെ കുറയും. എല്ലാവർക്കും അറിയണ കാര്യം, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനൊരു 6 മാസമായി ഉപയോഗിക്കണ നല്ലൊരു റിസൾട്ട് ഇതിനുണ്ട്. എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഓക്കെ. அதிகாலையில் சேவலை எழுப்பி அதை கோவென்று சொல்லுகிறேன். கடிகாரத்தை சீக்கிரம் திருப்பி அதன் வேகத்தை மிஞ்சுகிறேன். அதிகாலையில் சேவலை எழுப்பி அதை கோவென்று சொல்லுகிறேன். கடிகாரத்தை சீக்கிரம் திருப்பி அதன் வேகத்தை மிஞ்சுகிறேன். இன்னும் வாசலின் கோலத்தை காணவில்லை, உன் வளையொலி கொலுசுகள் கேட்கவில்லை, என் தாவரை தூக்கவில்லை. அதிகாலையில் சேவலை எழுப்பி அதை கூவென்று சொல்லுகிறேன். கடிகாரத்தை சீக்கிரம் திருப்பி அதன் வேகத்தை